നാട്ടുകാർ നോക്കി നിൽക്കെ യുവാവിനെ മർദ്ദിച്ചത് 2 യുവതികൾ. യാത്രാ തർക്കത്തെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് മർദ്ദന കാരണം. സംഭവം വിവാദമായതിനെ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും SI മൊയ്തു പറഞ്ഞു. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതായത് ഇക്കിപ്പോ വലിയ വലിയ ആൾക്കാർ സംസാരിക്കണ മാതിരി UK എന്ത് നടന്ന് ചൈനയിൽ എന്ത് നടന്നൊന്നും പറയാറിഞ്ഞൂടാ. നമ്മുടെ കുടുംബത്തൊക്കെ നടക്കണ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്ക് ആണുങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില അടിപിടി കേസ് കെട്ടുകൾ ഇതിപ്പോ എല്ലാവരും കണ്ടാണ്. നമ്മുടെ സത്യശീലനുണ്ടായ ഒരു അനുഭവം. 1-2 പെണ്ണുങ്ങള് ഒരുമ്പിട്ട് ഇറങ്ങിയിട്ട് അവനെ തല്ലി തമ്പോറാക്കി റോട്ടിലിട്ടല്ലോ. ഇതിപ്പോ കേരളത്തിൽ ഒട്ടാകെ എല്ലാവർക്കും അറിയണ ഒരു കേസ് കെട്ടാണ്. അപ്പൊ ഇതേമാതിരി ഇനിയൊരു പുരുഷന്റെ നേരെ ഒരു സ്ത്രീ കയ്യോങ്ങരുത്. അങ്ങനെ ഓങ്ങിയ ഓരോ മാതിരി തന്നെ നമുക്കും വേണം സംഘടന. അങ്ങനെ ഒരു സംഘടനയെ രൂപീകരിക്കാനാണ് ഇപ്പൊ നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ കുടുംബത്ത് പിന്നെ കുടുംബത്തെ സ്ഥിതി ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് ഏകദേശം അറിയണ കാര്യമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ആശുപത്രിയിൽ ഞാൻ കിടന്നത് എന്താന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇപ്പോ ഈ പല ആണുങ്ങൾക്കും തല്ലുകൊള്ളുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലിന് പോണില്ല എന്നാ പരാതി. എന്താ തൊഴിലിന് പോവാത്ത? തൊഴിലില്ല. അപ്പൊ തൊഴില് ചെയ്യാനായിട്ടുള്ളൊരു വഴിയും കൂടി നമ്മൾ കണ്ടെത്തണം. ഈ പെണ്ണുങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ സംഘടന, എന്താ അതിന്റെ പേര്? കുടുംബശ്രീ. കുടുംബശ്രീ അല്ല, കുടുംബശ്രീ, വീടിന്റെ വിളക്ക്. അത് ശരി. അപ്പൊ അല്ലാണ്ട് കുടുംബശ്രീ എന്നല്ല, സ്ത്രീ എന്നല്ല, കുടുംബശ്രീ. കുടുംബത്തിന്റെ വിളക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, പുരുഷന്മാരുടെ സംഘടന കുടുംബറാന്തലി. അത് വിളക്കിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുണ്ടല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ കോയിക്ക. നമ്മളിവിടെ കൂടിയേക്കണതിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറയും. അല്ല അങ്ങനെ ചെന്നാ പിന്നെ ഞാൻ പറഞ്ഞത് ശരിയാവില്ല. ഈ എന്നെ പറയാന്നല്ലേ, അത് പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്ത്രീ കമ്മീഷൻ ഉണ്ട്. സ്ത്രീകൾക്ക് കമ്മീഷൻ ഉണ്ടോ? തല്ലണേനോ? കല്യാണത്തിന് കമ്മീഷൻ അല്ല, അതിന്റെ സംഘടനയുടെ പേരാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു വിഷയം വന്നാൽ ആ കമ്മീഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാം. അതുപോലെ നമ്മൾ ഇന്ന് രൂപീകരിക്കുന്ന സംഘടനയുടെ പേരാണ് പുരുഷ കമ്മീഷൻ. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് ഇത് കൊണ്ടു നടക്കാൻ കഴിവും പ്രാപ്തിയുള്ള പരിചയസമ്പന്നനായ കോയക്കാനെ നമുക്ക് ചുമതലപ്പെടുത്താം. ഞാൻ തന്നെ അവിടെ നിൽക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആ ബുദ്ധിമുട്ടാണ് നമുക്ക് രാഘവനെ. അപ്പൊ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് കോയക്കാനെ തീരുമാനിക്കുന്നു. ഇനി നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഈ വിഷയത്തെ പറ്റി എനിക്ക് ചിലത് പറയാനുണ്ട്. ആഗോളവൽക്കരണത്തിന്റെയും കമ്പോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും നവലിബറൽ ആശയങ്ങളുടെ പരിണിത ഫലമായി കുടുംബങ്ങളിൽ നാഥന് സ്ഥാനം കുറവുണ്ട്. കോയക്കൊക്കെ എന്ത് പറയാനില്ലേ? കുടിക്കാൻ വെള്ളമൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? പറഞ്ഞാളാ എങ്ങാനത്തെ ഇത്തിരി വെള്ളം കൊണ്ടുവന്നു. ഈ കാര്യങ്ങൾ നമുക്കിപ്പോ മനുഷ്യന്മാർക്ക് മനസ്സിലാവണം. എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യല്ലേ നല്ലേ. പുരുഷൻ എന്ത്, എങ്ങനെ, എപ്പോൾ എന്ന് എന്റെ നോവലിൽ ഇത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നീ നോവൽ എഴുതിയിട്ടുണ്ട്? 12 നോവൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് നേരെ അക്രമം ഒന്നും ഉണ്ടായില്ല. അതൊന്നും പബ്ലിഷ് ചെയ്തില്ല. ഇറക്കണ്ട. ഒന്ന് നമ്മുടെ സംഘടനക്കൊന്ന് ചൂട് പിടിച്ചൊന്ന് സെറ്റപ്പായി വരട്ടെ, ഇറക്കിയാൽ മതിട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായത്തോളം ഞാൻ എന്റെ കുടുംബത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വേണ്ടപ്പെട്ടവരോടും കാരണവന്മാരോടൊക്കെ അറിയിച്ചപ്പോ എന്താ പറയുന്നുണ്ടോ, ഒരു ചൂരിലെടുത്തിട്ട് മുട്ടിന് താഴെ അങ്ങടെ അടിക്കാന്ന്. ഇത് കേട്ടിട്ട് ഞാൻ ഒരു ചൂരിലെടുത്ത് അങ്ങോട്ട് ചെന്ന് ഓലക്കായിട്ട് അങ്ങോട്ട് വന്നു. എന്ത് ചെയ്യുന്നാണോ പറഞ്ഞത്? എനിക്ക് 3 ഭാര്യമാരുണ്ട്. ഇങ്ങക്കുണ്ടോ 3 ഭാര്യമാര്? 3 കെട്ടിയില്ലേ? അതല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരെണ്ണത്തിന്റെ അടുത്ത് പോകുമ്പോ പറയും നിങ്ങൾ അങ്ങോട്ട് പോന്നു, അവിടെ ചെല്ലുമ്പോ പറയും ഇങ്ങോട്ട് പോന്നു. അങ്ങനെ 2 പേരും. ശരി. അപ്പൊ നിങ്ങളിപ്പോ അങ്ങോട്ടും കൂടി ഷട്ടിലടിക്കാണ്. പക്ഷെ അതൊന്നും ഇതിൽ പെടുത്തണ്ട. അതൊന്നും പെടുത്തണ്ട. ഇത് മെട്രോ ട്രെയിനാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ നോക്കിയിട്ട് കാര്യം. അപ്പൊ നമ്മുടെ സംഘടന രൂപീകരണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ ആദ്യ പടി എന്നുള്ള നിലക്ക് നമ്മുടെ സത്യശീലനൊന്ന് പോയി കണ്ടാലോ? പോയേക്കാ. സത്യശീലൻ എന്ന് പറയാൻ പാടില്ല, പിന്നെ വരെന്നേ പറയാൻ പാടുള്ളൂ. വരല്ല, ഇര. സത്യശീലൻ എന്നൊക്കെ പറഞ്ഞാല് പോലീസ് നമ്മുടെ പേരിൽ കേസെടുക്കും. അങ്ങനെ വെച്ചാൽ നമ്മുടെ മുദ്രാവാക്യം എന്താവണ ഇരയോടൊപ്പം അല്ലെങ്കിൽ ലോനോടൊപ്പം. എന്താണെന്ന് പറഞ്ഞു നോക്കി.
ഇരയോടൊപ്പം അല്ലെങ്കിൽ ഓരോടൊപ്പം. എന്റെ അടുത്ത നോവലിന് ഇത് പറ്റും. ടൈറ്റിലായിട്ട്. അല്ല, നമ്മളിപ്പോ ഇത് ഓനോട് പോയി പറയുമ്പോ അതൊന്ന് പരസ്യമാക്കണ്ടേ? അത് നമ്മള് ഈ ചാനലുകാര് അങ്ങനെയൊക്കെ വിളിച്ചാ വരും. നമ്മള് ഓനോട് പോയി സംസാരിക്കണതൊന്ന് പകർത്താന്. എന്തിനു വരുന്നത്? ഞാനൊന്നും വരില്ല. ഇല്ല. അല്ല പറ്റില്ലാച്ചെങ്കിൽ വേറെ പണിയുണ്ട്. വേറെ എന്തെങ്കിലും സംഗതി ഇവിടെ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഓരങ്ങട് വിളിക്കുക. വിളിച്ചിങ്ങട് വന്നു കഴിയുമ്പോ പിന്നെ ഒന്നും നടക്കണില്ല, ഒന്നും ഇല്ലാതെ അപ്പൊ അപ്പുറത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞ് ചൂണ്ടി കാണിച്ചു കൊടുത്താൽ വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം. സത്യശീലനെ കാണാൻ വേണ്ടി കോയക്കേനും പാരിയാതിനെ ചുമതലപ്പെടുത്താം. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. സത്യശീല 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 ആഹാ പോയാക്ക വരി. എന്താപ്പ എന്റെ സ്ഥിതി? സ്ഥിതി എന്താ കണ്ടില്ല തന്നെ. എന്താപ്പ ഉണ്ടായത്? നമ്മുടെ 10ാം നമ്പർ ഹൗസിംഗ് കോളനി ഇല്ലേ, ഞാൻ അവിടേക്ക് ഒരു ഓട്ടം പോയതാണ്. അപ്പൊ അവരവിടെ ആളുകൾ അവിടെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഒരു 2 പെണ്ണുങ്ങൾ വന്നിട്ട് വണ്ടി കയറി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, സാധാരണ ചോദിക്കുന്ന പോലെ എവിടേക്കാ പോകേണ്ടത് ചോദിച്ചു. അപ്പൊ അവര് വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു. വണ്ടി വിട്ടു. പിന്നെ ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആ തിരിവുണ്ടല്ലോ, അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇനി എവിടേക്കാ പോകേണ്ടത് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു ഈ വഴിക്ക് പോവാന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അല്ല വേണ്ട ഈ വഴിക്കാവട്ടെ എന്ന്. അവര് തന്നെ എന്നിട്ട് അവര് 2 പേര് അതും ഇതും പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ അവരെന്നെ വഴക്കായി. അപ്പൊ ഞാൻ വണ്ടിയുടെ നിർത്തിയിട്ടു. ഞാൻ ചോദിച്ചു ആദ്യം നിങ്ങൾക്ക് എവിടേക്കാ പോകേണ്ടതെന്ന് പറ പെങ്ങളെ. ചോദിക്കണല്ലോ, ചോദിക്കണ്ടേ? അപ്പൊ ഈ പെങ്ങളേന്ന് വിളിച്ചത് അവർക്ക് ഇഷ്ടായില്ലായിരുന്നു. സത്യത്തിൽ ഈ ഒരു കാര്യം ചെയ്യ ആ നിമിഷം തന്നെ ഒരു ട്രിക്ക് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഈ പെങ്ങളേന്ന് വിളിച്ചത് പെങ്ങളേന്നല്ല, ഞാൻ തങ്ങളേന്നാ വിളിച്ചത് അങ്ങടെ ആക്കി സംഗതി അവിടെ തീർന്നേ. അവർക്ക് വെള്ളമായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടത്. ശരിയാണോ? കള്ളു കുടിച്ചിരുന്ന അവര് വെള്ളം അടിച്ചിട്ടുണ്ട് തന്നെ തോന്നുന്നത്. അവരുടെ സംസാരത്തിലൊക്കെ ഒരു ഇതുണ്ട്. അല്ല സത്യശീല, അവര് നിന്റെ അണ്ടർവെയറൊക്കെ കീറി പറിച്ചെടുത്തെന്ന് പറഞ്ഞ് തിരിച്ചു തന്നായിരുന്നാ? തന്നില്ലേ? അതല്ലാതെ ഇട്ടുണ്ടായില്ല. അവരെന്റെ മുണ്ട് പിടിച്ചു വലിച്ചു. മുണ്ട് അവരിങ്ങനെ വലിച്ചപ്പോ ഞാനത് അപ്പൊ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുകയും ചെയ്തു. മുണ്ടവര് അതൊക്കെ ആൾക്കാർ വെറുതെ പറയും. ഇത് നമുക്ക് വിടാൻ പറ്റില്ല. വിട്ടപ്പം മുണ്ടഴിഞ്ഞ് നാണം കെട്ടില്ലേ? മുണ്ടിന്റെ എല്ലാ ഈ പ്രശ്നം അങ്ങനെ നിസ്സാരമായിട്ട് വിടരുതെന്ന്. ഇതങ്ങനെ വിടാൻ പറ്റൂല. ഇതങ്ങനെ വിടാ. ഇത് ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞു തുടങ്ങിയതല്ല. ഞങ്ങളോട് എന്ന് പറഞ്ഞാ ഞാന് നമുക്ക് ഇനിയൊരു യൂണിയൻ വേണം. നമ്മളത് രൂപീകരിച്ചും കഴിഞ്ഞു. എന്റെ പ്യാരി കോയാക്ക സംഘടന ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? മൂപ്പര് 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. 3 പെണ്ണുങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണ് മൂപ്പര് സംഘടന ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. എനിക്ക് ആ പ്രശ്നമില്ലല്ലോ. എന്റെ കുടുംബത്തിന് നല്ല സമാധാനമുണ്ട്. നല്ല തല്ല് കിട്ടാനായിട്ട് കുടുംബത്തന്നെ ആള് വേണമെന്നില്ല. അതിപ്പോ എനിക്ക് അനുഭവമായല്ലോ. പുറത്ത് 4 എണ്ണം ജാതി ഉണ്ടായാ പോരെ. പിന്നെ ഞാൻ പെണ്ണ് കെട്ടിയത് എന്തുകൊണ്ടാണ്? ആദ്യം കെട്ടി വെളിവില്ല, 2ാമത് കെട്ടി വിവരവും ഇല്ല, 3ാമത് കെട്ടിയത് ഭ്രാന്തും. അവസാനം പറ്റേക്ക് ഒത്തുകൂടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കി എന്റെ അന്യത്ത് കയറാൻ വന്നപ്പോഴാണ് ഒരു നീക്കക്കള്ളിക്ക് വേണ്ടി അയൽപക്കത്തുള്ള ബന്റെ അടുത്ത് വന്നത്. ഓന്റെ സ്ഥിതി എന്താ? അതിനേറ്റ് മേലപ്പോ ഇത് അർത്ഥത്തിരിക്കണോന്ന് ചോക്കണ്ട, പുറത്ത് നിറച്ച് തല്ലിന്റെ പാടാ. അപ്പൊ ഈ ജാതി അംഗങ്ങൾക്കൊക്കെ ഒന്ന് ഒരു അറുതി വേണ്ട നമുക്ക്. അത് വേണ്ടേ? അല്ല സത്യശീല, നീ ഒരു കൗണ്ടർ പെറ്റീഷൻ അവർക്കെതിരെ കൊടുക്കണം. എന്തിനാ? പെണ്ണുങ്ങള് റോട്ടിൽ വളഞ്ഞിട്ട് തല്ലിന്ന് പറഞ്ഞ് നീ പരാതി കൊടുക്കണം. അല്ല അവര് കൊടുത്ത പരാതിയിൽ നിന്നെ പിടിച്ച് അകത്തിടും. അതാണ് നിയമം. അതെ, നാറേണ്ടത് നാറി. ഇനി ഞാൻ ഒന്നിനുമില്ല. ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇത് ഒരു വളം വെച്ചോർത്ത മാതിരിയാവും. സകല ആണുങ്ങൾക്കും തല്ല. ഇനിയിപ്പോ മാത്രല്ല പോയാക്ക ചാനലിന് വിളിച്ചിട്ടുണ്ട് അവരുടെ ചർച്ചയ്ക്ക് എല്ലാം പറഞ്ഞിട്ട്. എന്തിനല്ലാണ് ഞാനും ചെല്ലില്ലാന്ന് പറഞ്ഞു. എന്തെന്നാ ഈ ചെങ്ങായി പറഞ്ഞു? ഏടോ ചെന്ന് കാര്യങ്ങൾ പറയണോന്ന്. നിങ്ങളെന്താ ഈ പറയണത്? ഞാൻ ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടിയിട്ട് ചാനലിൽ പോയി നാട്ടിന് മുഴുവൻ കാണുന്നത്. അല്ലെങ്കിൽ പനക്ക് തല്ല് കിട്ടിയത് ഒരാളും അറിഞ്ഞിട്ടില്ല. ഏടാ ചെങ്ങായി ഇത് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആൾ അറിഞ്ഞാ നാളെ മേലൊക്കെ ജാതി പണി നടക്കൂല. നമ്മുടെ സംഘടനക്ക് ഒരു മൈലേജും ആവും. ഒരു സംഘടന ഉണ്ടാവുമ്പോ 4 ആൾ അറിയട്ടെ. ആനക്ക് കിട്ടി തല്ലൊക്കെ ഈ അങ്ങായിക്ക കിട്ടിച്ചെങ്കിൽ ഒരു ഉപകാരത്തിൽ കഴിയുന്നു. അങ്ങനെ ആയിട്ട് പറഞ്ഞല്ല. അല്ല ഇത് പോണോ? ഒന്നാമത്തെ കാര്യം ഇതൊന്നും ചെയ്യണ്ട. ഈ തലയെക്കെട്ടും എന്റെ ഈ കയ്യും വെച്ച് അവിടെ കുത്തിയിരുന്നാ മതി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചോണ്ട്
പെണ്ണുങ്ങളുടെ അതിന് നല്ല വല്ല് കിട്ടി നല്ല ശീലമുള്ളവരെന്നെ ഞങ്ങൾ. മന്മഥൻ കവലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സമൂഹത്തിൽ പുരുഷന് പുല്ലുവിലയോ. പെൺവാണിഭങ്ങളും സ്ത്രീ പീഡനങ്ങളും തോരാ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഒരു പുരുഷ പീഡനം നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഞാനും വിശ്വസിച്ചില്ല. പക്ഷേ അത് വിശ്വസിച്ചേ മതിയാകൂ. കാരണം ഇത് നടന്നിരിക്കുന്നത് മറ്റെങ്ങുമല്ല, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ തന്നെയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മന്മഥൻ കവലയിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രമുഖരെ നമുക്ക് പരിചയപ്പെടാം. ഈ കേസിന്റെ അന്വേഷണ ചുമതല വഹിക്കുന്ന SI മൊയ്തു സാർ, പുരുഷന്മാരുടെ സുരക്ഷയ്ക്കായി പുതിയതായിട്ട് രൂപം കൊണ്ട പുരുഷ കമ്മീഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കോയ സാഹിബ്. അവിടെ ഇരുന്നാ മതി, പരിചയപ്പെടുത്തിയതാണ്. ഇരുന്നോളൂ. സ്ത്രീ ശാക്തീകരണ സമിതിയുടെ അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് സുഗതൻ രണ്ടരക്കണ്ടി. ക്ഷമിക്കണം, സുഗതൻ അഞ്ചരക്കണ്ടി. ഒരക്കം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാലോ. ഈ കേസിലെ മുഖ്യ ഇര, നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം, പുരുഷ ഇര, ഓട്ടോ ഡ്രൈവർ കൂടിയായ സത്യശീലൻ. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ കേസിന് കാരണക്കാരെന്ന് പറയപ്പെടുന്ന 2 വനിതകൾ, പ്രമുഖ ഫാഷൻ ഡിസൈനേഴ്സ് മണ്ടോദരി, ശ്യാമള. സത്യശീലൻ എന്ന് പറയുന്ന ഈ പാവം ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോറിക്ഷ ഈ 2 വനിതകൾ ചേർന്ന് ഓട്ടം വിളിച്ചു കൊണ്ടുപോയി പകുതി വഴിയിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ കേസ്. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള SI മൊയ്തു സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. സാർ, ഈ വിഷയം സാർ എങ്ങനെ നോക്കിക്കാണും? സ്ത്രീകളെ പീഡിപ്പിച്ച ഒരുപാട് കേസുകൾ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ ഒരുപാടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പുരുഷനെ പീഡിപ്പിച്ച ഒരു കേസ് ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ അവസാനം അയാൾ തെറ്റുകാരനാണോ അല്ലെങ്കിൽ ഇവരാണോ തെറ്റുകാരെന്നുള്ളത് നമ്മൾ തെളിയിക്കും. ശ്രീ കോയ സാഹിബ്, ഈ വളരെ മാന്യനും വളരെ സൗമ്യനും സത്യസന്ധനുമായ ഒരാളാണ് ഈ സത്യശീലൻ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ആണല്ലോ. അയാൾക്കെതിരെ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ അത് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? കാര്യങ്ങൾ പിന്നെ പ്രസിഡന്റ് അല്ലേ, പ്രസിഡന്റ് പറയും. എന്താ പറഞ്ഞു? ഈ സത്യശീലൻ എന്ന് പറയുന്ന മാന്യനായ ഈ വ്യക്തിക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ കുറിച്ച്, അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് കയ്യിലിരിപ്പന്നെ, കയ്യിലിരിപ്പന്നല്ല, ഇയാളുടെ കയ്യിലിരിപ്പ്. ഇയാളുടെ ഇയാളെ തല്ലി തമ്പോറാക്കില്ല. ഈ ഒന്നിന് മാത്രം വന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ തല്ലി തമ്പോറാക്കില്ല. ഓരോ കയ്യിലിരിപ്പ് നന്നല്ല. അല്ലെങ്കിൽ ജാതി പണി കാണിക്കോ സാറങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പുറത്തുള്ള ആണുങ്ങളെ തല്ലാളൊരു ചങ്കൂറ്റം പെണ്ണുങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നാടിന്റെ സ്ഥിതി? എന്റെ വീട്ടിലൊക്കെ 4 ആണുങ്ങൾ ഉമ്മർത്തുണ്ടെങ്കിൽ അടക്കളയെന്ന് പുറത്തേക്ക് പെണ്ണുങ്ങൾ വരില്ല. ആ ജാതി കുടുംബത്തിൽ ജീവിക്കണ ആളാണ് ഞാൻ. എന്താ ചോക്കണത്? ശ്രീ കോയ സാർ, ഇങ്ങനെ ഒരു സംഘടന പുരുഷന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കാൻ താങ്കൾക്കുണ്ടായ ആ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്താണ്? അത് ഇതേമാതിരി അനുഭവങ്ങൾ തന്നെ, നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ തന്നെ. ഇപ്പൊ നമ്മുടെ കുടുംബത്തെ സ്ഥിതി നമുക്കറിയാലോ. അങ്ങനെ ആണുങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവണ പല കുടുംബങ്ങളും ഉണ്ട്. അതിപ്പോ ഈ സഭയിലിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയാനില്ല. പ്യാരി അഭിഭാഷകൻ ശ്രീ സുഗതൻ അഞ്ചരക്കണ്ടി, താങ്കൾ എങ്ങനെ ഈ വിഷയം വിലയിരുത്തി കാണുന്നു? അസൂയാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ എന്നാണ് ഇതിനെ പറയാനുള്ളത്. ഇയാൾക്കാണോ? അല്ല, പൊതുവെ ജാനങ്ങൾക്ക് മൊത്തത്തിൽ ഇപ്പൊ അസൂയാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ സ്ത്രീകൾക്ക് എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇന്ന് നമ്മൾ 50-50 ആണ്. 50% സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവസ്ഥ വന്ന സ്ഥിതിക്ക് പ്രതികരിക്കാനുള്ള ശേഷി സ്ത്രീകൾക്ക് കൂടി. ഇപ്പൊ നമ്മുടെ സുഗതൻ സാറ് പറയുന്നു ഇത് പുരുഷന്മാർക്ക് അസൂയയാണ്, ഇത് 50% അത് അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സർക്കാർ ആ ജാതി അഭിപ്രായമൊന്നുമില്ല. ഇപ്പൊ മൂപ്പര് പറഞ്ഞ ഈ 50-50 ഒക്കെ നമ്മൾ ബിസ്ക്കറ്റ് അഭിനയിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ബസ്സിൽ കയറിയ മുൻഗണന ആർക്കാണ്? സ്ത്രീകൾക്കാണ്. ഓരോ സീറ്റിൽ ഒരു ആണുങ്ങൾ കയറി ഇറങ്ങാൻ ഇങ്ങോട്ട് ഒരു ആണിന്റെ സീറ്റിൽ പെണ്ണ് ഇരുന്ന് കഴിഞ്ഞാൽ പിടിച്ചു മാറ്റുന്നില്ലല്ലോ. ഒരു ടിക്കറ്റിന് സ്പെഷ്യൽ ക്യൂ ഉണ്ട്. എവിടെ ചെന്നാലും സ്ത്രീകൾക്കുണ്ട് ഒരു പരിഗണന. എന്തായാലും നമുക്ക് അടുത്തത് ഈ കേസിന് ആസ്പദമായ ഇരയിലേക്ക് വരികയാണ്. സത്യശീലൻ, എന്താണ് താങ്കൾക്കുണ്ടായ ആ ദുരനുഭവം? ഇപ്പൊ തന്നെ ഇതിൽ തന്നെ ഒരു സത്യം മനസ്സിലായോ? സത്യശീലൻ പറയട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ തന്നെ പറഞ്ഞു ഇരാന്ന്. ഒരു സ്ത്രീയാണ് ഇര എങ്കിൽ അതിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പുരുഷനായതുകൊണ്ട് ഇരാന്നും പറയാം, എന്നിട്ട് സത്യശീലൻ എന്നും പറയാം. കാരണം അവർക്കൊന്നും സംഭവിക്കില്ല, സ്ത്രീകൾക്ക് സംഭവിക്കും.
അതുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കണം. ഇത് ഇവിടെ ഇപ്പൊ ഇരയുടെ കാര്യം പറഞ്ഞിട്ടുള്ള തർക്കമാണോ അതോ ഈ ചെങ്ങായുടെ കാര്യത്തിന് ഒരു തീരുമാനം? പറഞ്ഞോട്ടെ, അത് പറയും. നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാം. എന്താണ് താങ്കൾക്കുണ്ടായ? ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും വേറൊരു രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊന്നും ഞാൻ ഇന്നുവരെ പെരുമാറിയിട്ടില്ല. എത്ര വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നു? ഞാൻ കുറച്ച് വർഷമായിട്ട് ഒരു 10, 15, 20 വർഷമായി. ഇപ്പൊ സ്വന്തം ഓട്ടോറിക്ഷയാണോ? സ്വന്തം ഓട്ടോറിക്ഷയാണ്. ഞാൻ ഒരു സ്ഥലത്തേക്ക് ഓട്ടോ ഓടിയിട്ട് വണ്ടി തിരിച്ചു വരികയാണ്. ആ സമയത്താണ് ഇവർ രണ്ടുപേരും എന്റെ വണ്ടിയിൽ കയറിയത് സാറേ. കയറിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കില്ല എവിടേക്കാ പോകേണ്ടത് ചോദിക്കും. അപ്പൊ അവര് പറഞ്ഞു താൻ വണ്ടി വിടറോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞപ്പോ പിന്നെ ഇവര് രണ്ടുപേരും തമ്മിൽ തർക്കായി. അപ്പൊ ഒരാൾ പറഞ്ഞു സാറേ ഈ വഴിക്ക് പോകണമെന്ന്, മറ്റേ ആൾ പറഞ്ഞു മറ്റേ വഴിക്ക് പോകണമെന്ന്. അപ്പൊ ഞാൻ വണ്ടിയൊക്കെ നിർത്തി. എന്നിട്ട് അവരോട് ഞാൻ ഇറങ്ങി ചോദിച്ചു എവിടേക്കാ പോകുന്നത് നിങ്ങൾ പറയുന്നല്ലേ ഞാൻ വണ്ടി എടുക്കണല്ലോ എന്ന് പറയും. അത് പറയാം ഇയാൾ താൻ ആരോടൊന്നും പറയണ്ട എന്നെ പിടിച്ച് തള്ളി സാറേ. പിടിച്ച് തള്ളിയപ്പോ ഞാൻ ഒന്ന് തടുത്തു, അത്ര ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ എന്നെ പൊതിരെ തല്ലി. ഈ തല്ലുന്നത് നാട്ടുകാർ മൊത്തം നോക്കിക്കൊണ്ട് നിൽക്കാണ് സാറേ. യാത്രക്കാരായ ഇവർക്ക് തന്നെ നിശ്ചയദാർഢ്യമില്ല ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പൊ ഇദ്ദേഹത്തിന് തല്ലിയില്ലെങ്കിൽ അവർ തമ്മിൽ വലിയൊരു തല്ല് നടന്നേനെ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ കരിവാരിത്തേക്കണം, നിങ്ങൾക്ക് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ, ഞങ്ങൾ മിണ്ടാതിരിക്കാം. മാഡം ഇവിടെ ആർക്കും ആരെയും കരിവാരി തേക്കണ്ട, നമുക്ക് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും, അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം. ഇദ്ദേഹം സംസാരിച്ചപ്പോൾ ഇവിടെ ഓരോരുത്തർ സംസാരിച്ചപ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നില്ലേ? അപ്പൊ ഇനി ഞങ്ങൾക്ക് പറയാനുള്ള കൂടി നിങ്ങൾ കേൾക്കണ്ടേ? തീർച്ചയായിട്ടും. എന്താണ് മാഡം പറയും? ഈ മനുഷ്യൻ കൈ മൊത്തുനിന്ന് മാറ്റുന്നേ. എനിക്ക് ചൂണ്ടി സംസാരിക്കണം. ചൂണ്ടി സംസാരിക്കും, എന്റെ മൊത്തം എല്ലാം ചൂണ്ടി സംസാരിക്കും. ഇദ്ദേഹം ഞങ്ങൾ ഓട്ടോയിൽ കയറിയ ആ നിമിഷം മുതൽ ഞങ്ങൾ അസഭ്യചുവയോടുകൂടി നോക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ അതിന് പ്രതികരിക്കണ്ടേ? സാറേ സൗന്ദര്യമുള്ളവരായി പോയതാണ്. അല്ല അവര് പറയട്ടെ. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ പറകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ എന്ത് കാര്യമാണ് സാറേ? അല്ല ഒരുപാട് തവണ നോക്കി ഞങ്ങൾ ഇറിറ്റേഷൻ ആയപ്പോ ഞങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു നാണം തോന്നിയപ്പോ ഞങ്ങൾ പ്രതികരിച്ചു പോയതാണ്. സത്യശീലൻ 13 സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ നോക്കാൻ പാടില്ല എന്ന് തന്നെ ഒരു വ്യവസ്ഥയുണ്ട്. എന്റെ സാറേ നമ്മുടെ റോഡിന്റെ സ്ഥിതി അനുസരിച്ച് 2 സെക്കൻഡ് നോക്കാൻ പറ്റില്ല പിന്നിലേക്ക്. ആ ജാതി കുയ്യ നമ്മുടെ. അത് മറ്റൊരു വാസ്തവമാണ്. ഒന്നാമത്തെ ഇയാളുടെ ആറ്റിറ്റ്യൂഡേ ശരിയായിരുന്നില്ല. സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇയാള് ഒരു ഈ ഓട്ടോയാണെങ്കിലും ഇപ്പൊ ഇയാളൊരു ഡ്രൈവറാണ്, ശരി സമ്മതിച്ചു. പക്ഷേ അയാള് പറയാൻ കിട്ടൂലെന്നേ, നോണ പറയുമ്പോ പറയാൻ കിട്ടണ്ടേ? അപമര്യാദയായി പെരുമാറി എന്റെ സുഹൃത്തിനെയാണ് അയാൾ ആദ്യം തള്ളി. അങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സത്യശീലൻ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള ശിക്ഷയ്ക്ക് അർഹനാണ്. സാർ ഞാൻ വേറൊരു വിവരം അറിഞ്ഞത് ഈ യാത്രക്കാരികള് ഈ സ്ത്രീകൾ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു. സ്ത്രീകൾ ബീർ കുടിക്കുന്നു, വൈൻ കുടിക്കുന്നു, ഇവിടെ ഇല്ലല്ലോ, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. എന്താ അതിലൊരു തെറ്റ്? പുരുഷന്മാർക്ക് എന്തോ ആവാമെങ്കിൽ അത് സ്ത്രീകൾക്കാവുന്നതുകൊണ്ട് എന്താ തെറ്റ്? ഞാൻ കാര്യമായിട്ട് പറയാം. പാശ്ചാത്യ രാജ്യത്തല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. ഇവിടെ ഒരു കാര്യം ചോദിക്കാണ്ട്, ഈ 1947 കുറെ നേരമായാലോ ഈ അങ്ങായി പറയാൻ തുടങ്ങിയിട്ട്. ഈ 47 കാലഘട്ടത്തിൽ ഇവിടെ എത്ര സ്ത്രീകൾ വെള്ളം അടിച്ചിട്ട് റോട്ടിൽ വന്നിട്ട് ആണുങ്ങളെ തല്ലിയിട്ടുണ്ട്? നിങ്ങളുടെ കുടുംബത്തെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ബീഡി വലിച്ച് കള്ളു കുടിച്ച് അടി ഉണ്ടാക്കിയാൽ സുഗതൻ സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 അല്ലെങ്കിൽ പിന്നെ എന്നാണ് താങ്കളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ആ സ്വാതന്ത്ര്യം കിട്ടാത്തത് കൊണ്ടാണ് പുരുഷന്മാർ ഇത്രയും നാൾ സമാധാനമായിട്ട് ജീവിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞങ്ങളൊക്കെ ഇവിടെ ഇത്